everyone. Welcome to Srinarayana Guru Open University's degree classes. We are discussing Book 1 and Unit 3, 4 Skills of Communication. Title of our unit is 4 Skills of Communication. Okay, in the previous class, we have discussed the communication and its different forms. And in this unit, we are discussing about the 4 skills of communication. We are usually saying LSRW. Okay, 4 skills. We are headed in listening, speaking, reading, and writing. Listening, speaking, reading, and writing. LSRW. These are 4 skills of communication. ഒരു കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എഫക്റ്റീവ് ആക്കാം അല്ലെങ്കിൽ അതിൽ വരുന്ന ബാരിയേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹിയർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ അതിന് ഉള്ള 4 കോമ്പണൻസ് ഉണ്ട്. ഈ 4 കോമ്പണൻസിനെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻഫോർമേഷൻ റിസീവ് ചെയ്യുന്നു, അത് പ്രോസസ് ചെയ്യുന്നു, ദെൻ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ ഒരു പ്രോസസ്. ദ പ്രോസസ് ഓഫ് റിസീവിങ്, പ്രോസസിങ് ആൻഡ് റീപ്രൊഡ്യൂസിങ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നടക്കുന്ന ഈ ഒരു സ്റ്റേജ്, അതായത് ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ട് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യപ്പെടുന്ന അതിന്റെ വേരിയസ് സ്റ്റേജസ് ആൻഡ് പ്രോസസ്, അതിൽ നടക്കുന്ന ഡിഫറെന്റ് സ്കിൽസിനെ കുറിച്ച്, അതിനെ എൻകറേജ് ചെയ്യുന്ന ഡിഫറെന്റ് സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഇൻ ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ് അല്ലെ. നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ അതുപോലെ റിട്ടൺ ഫോമിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. നമ്മളൊരു ലെറ്റർ എഴുതി അയക്കുന്നത് അത് റിട്ടൺ ഫോമിലുള്ള, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതൊരു റിട്ടൺ ഫോമിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് നമ്മൾ നേരിട്ട് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുന്നത് അതൊരു സ്പോക്കൺ ഫോമിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇനി ഏത് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഈ പറയുന്ന 4 skills ആർ എസെൻഷ്യൽ: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. സോ okay, let's move on. Listening. The first skill is listening. See, listening എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷന്റെ വളരെ പരമപ്രധാനമായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ലിസണിങ്. ഒരു നല്ല ലിസണർക്ക് കാര്യങ്ങളെ കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. നമ്മൾ ഒരു ആള് നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതായത് നിങ്ങളുടെ സുഹൃത്തുമായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹി ഈസ് എൻഗേജിങ് സംതിങ് ഇൻ ഹിസ് സ്മാർട്ട് ഫോൺ, ഹി ഈസ് സെൻഡിങ് മെസ്സേജസ്, അല്ലെങ്കിൽ അയാള് വാച്ചിങ് എ വീഡിയോ, അങ്ങനെയൊക്കെ എൻഗേജ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് ഈ സംസാരിക്കുന്ന ആളുടെയും അതുപോലെ അത് ലിസൺ ചെയ്യുന്ന ആളുടെയും ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ നെഗറ്റീവ് ആയിരിക്കും അല്ലെ. അതായത് ലിസണിങ് അവിടെ കുറവാണ്. ആ സമയത്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇഷ്യൂസിലാണ് ഈ ലിസണിങ്ങിന്റെ പ്രോബ്ലം നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ലിസണിങ് കമ്മ്യൂണിക്കേഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. അപ്പോ നന്നായിട്ട് കീനായിട്ട് അറ്റൻഡ് ചെയ്യുക, കീനായിട്ട് ലിസൺ ചെയ്യുക, അത് കൃത്യമായിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്യാനും ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കണമെങ്കിൽ കൃത്യമായിട്ട് എന്ത് വേണം? ലിസണിങ് അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലിസണിങ്. ലിസണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Okay, so a listener should be interested in the conversation. First കാര്യം അതാണ്. ഈ ഒരു കോൺവെർസേഷനിൽ ആ ലിസണർക്ക് കീൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സീനിലേക്ക് ഒന്നുകൂടി വരും. അതായത് our friend is engaged in his phone, he is sending message, he is watching video while we are talking. ഈ ഒരു സമയം നമ്മളുടെ സംസാരത്തോട് താല്പര്യമില്ല എന്നതിന്റെ സിമ്പിളാണ് അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുന്നു എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള
ഒരു സമയത്ത് അവിടെ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല, ബിക്കോസ് ലിസണിങ് അവിടെ പ്രോപ്പർ ആയിട്ട് സംഭവിക്കുന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇല്ല, റിസീവർക്ക് താല്പര്യമില്ല എന്നുള്ളതായിരുന്നു. സോ റിസീവർക്കോ അല്ലെങ്കിൽ സെൻഡർക്കോ ഉള്ള ഇൻട്രസ്റ്റ് ഇല്ലായ്മ അല്ലെങ്കിൽ താല്പര്യക്കുറവ് അവിടെ ലിസണിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ ഒരു ലിസണിങ്ങിന് ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ലിസണിങ്ങിനെ നന്നായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും. Then the next is a verbal competence of the speaker is important. ഒരു വെർബൽ കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദ സെൻഡർ ആൻഡ് ലിസണർ ബോത്ത് ആർ കേപ്പബിൾ ടു ക്യാച്ച് ദ ലാംഗ്വേജ് ഓർ ഹാൻഡിൽ വിത്ത് ദ ലാംഗ്വേജ്. ഈ ഒരു ലാംഗ്വേജുമായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കേപ്പബിൾ ആയിരിക്കണം, ലാംഗ്വേജ് ഓറിയന്റഡ് ആയിരിക്കണം എന്നുള്ളത്. ദെൻ ഇൻകംപ്ലീറ്റ് utterance ആൻഡ് ഇമ്പാക്ട് ഓഫ് ദ എബിലിറ്റി ടു ലിസണർ ടു ഫോളോ ആൻ ആർഗ്യുമെന്റ്. ഇവിടെ പറയുന്നത് നമ്മളുടെ ഉച്ചാരണം കൃത്യമല്ലെങ്കിൽ, കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നയാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉച്ചാരണമല്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ ലിസണിങ്ങിനെ അത് അഫക്ട് ചെയ്യും, അല്ലെ? നമുക്ക് കൃത്യം കേൾക്കുന്നത് ക്ലിയർ ആവുന്നില്ല, ഒരു ക്ലാരിറ്റി ട്രബിൾ ഉണ്ടെങ്കിൽ. നമ്മളൊരു ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എറർ, ലൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള എറർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റില്ല, അല്ലെ? അവിടെ നമുക്ക് ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ലിസണിങ്ങിന് അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ പറയുന്ന ഇൻകംപ്ലീറ്റ് അട്രൻസസ് എന്ന് പറയുന്നത്. അട്രൻസസ് മീൻസ് ഉച്ചാരണം, മലയാളത്തിൽ നമുക്കതിനെ ഉച്ചാരണം എന്ന് പറയാം. ഓക്കെ, ഇനി then hesitation and pause between the sentence can also impact on the quality of listening. നമുക്ക് രണ്ട് സെന്റൻസ് നമ്മൾ സംസാരിക്കുന്നതിനിടയിലുള്ള ഒരു ഹെസിറ്റേഷൻ ഈ കണ്ടന്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. Then listeners' ability to overcome the distraction determines amount of the time that can be actively listened. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ്, നമ്മളുടെ ഈ ലിസണറുടെ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കും, അല്ലെ? എന്തിനാണോ ഡിസ്ട്രാക്ഷൻ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ആ ലിസണറുടെ എബിലിറ്റിക്ക് അനുസരിച്ചാണ് ഈ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നിരിക്കുന്നത്. അതായത് ലിസണർ, ഈ കേൾക്കുന്നയാള്, ലിസണറുടെ മൈൻഡ് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ ഇയാൾക്ക് എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് ഈ പറയുന്നതിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അയാൾക്ക് കൃത്യമായിട്ട് ഈ പറയുന്നത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ സ്പീഡ് ഓഫ് സ്പീച്ച് ഷുഡ് ബി മോഡറേറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വളരെ സ്പീഡിൽ ടൂ മച്ച് സ്പീഡ് ആണെങ്കിൽ അത് മനസ്സിലാവില്ല. അതുപോലെ ഇറ്റ്സ് ടോട്ടലി ലാഗ്ഡ്, അങ്ങനെയാണെങ്കിലും നമുക്ക് ആ സംസാരത്തിൽ താല്പര്യം ഉണ്ടാവില്ല. വളരെ സ്പീഡ് കൂടുന്നതും വളരെ സ്പീഡ് കുറയുന്നതും ലാഗായിട്ട് പോകുന്നതും ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലെങ്കിൽ ലിസണിങ്ങിനെ ബാധിക്കും. വളരെ സ്പീഡാണെങ്കിൽ ലിസൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ വളരെ ലാഗ്ഡ് ആണെങ്കിൽ നമുക്ക് തീരെ താല്പര്യം തോന്നില്ല, അല്ലെ? ഈ വളരെ ലാഗ്ഡ് ആയിട്ടുള്ള ഈ ഒരു സംസാരം കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അവർ മൈൻഡ് വിൽ ബി ഡിസ്ട്രാക്റ്റഡ്. അപ്പൊ നമ്മൾ പല രീതിയിൽ ചിന്തകൾ, മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മളുടെ ചിന്തകൾ നീങ്ങി പോകുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടും. സോ ലിസണിങ്ങിനെ ബാധിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അവർ സ്പീഡ് മസ്റ്റ് ബി മോഡറേറ്റ്. ഒരു മോഡറേറ്റ് സ്പീഡിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, ദെൻ avoid jargon and unfamiliar colloquial expressions. നമുക്ക് സുപരിചിതമല്ലാത്ത അല്ലെങ്കിൽ അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ്, യൂസേജസ് ഒക്കെ ഉപയോഗിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരം സംഭാഷണങ്ങളിൽ താല്പര്യം ഉണ്ടായിരിക്കില്ല. നമ്മളോട് സംസാരിക്കുന്ന ആള് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ അയാളുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അയാൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനെ നന്നായിട്ട് അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ഫാർമർ നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ അയാള് ഈ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും, അല്ലെ? അല്ലെങ്കിൽ അയാള് ഉപയോഗിക്കുന്ന വാക്കുകളില്
ഫാമിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യൂസേജസ് ഉണ്ടായിരിക്കും, ഫ്രേസസ് ഉണ്ടായിരിക്കും, പ്രോവേർബ്സ് ഉണ്ടായിരിക്കും. എന്നാൽ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളാണ് അയാളുമായിട്ട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്തരം ജാർഗൻ വേർഡ്സ്, ജാർഗൻ മീൻസ് നമുക്ക് ഫെമിലിയർ അല്ലാത്ത, അല്ലെ, നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഇത്തരം യൂസേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ലിസണിങ്ങിനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്തേക്കാം. സോ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. മാക്സിമം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള യൂസേജസ് ആണ് നമ്മൾ സംഭാഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി മിനിമൈസ്ഡ് ഇൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് മാക്സിമം ഒഴിവാക്കാം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. സോ നോൺ വെർബൽ മീൻസ് ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇടയിൽ മാക്സിമം വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ നമ്മൾ ഇത്തരം എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, നമ്മളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്ഷൻസ്, ഇതൊക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് ഈ റിസീവർക്ക് ലിസൺ ചെയ്യാൻ സാധിക്കാതെ പോവാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. ദർസ് എ പോസിബിലിറ്റി. സോ അപ്പോൾ മാക്സിമം നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുക. Then assuming the listener's prior knowledge to omitting certain things and conversation may sometimes lead miscommunication. സോ നമ്മളുടെ ഈ ഒരു ലിസണറുടെ പ്രീവിയസ് നോളജിനെ കുറിച്ച് ഒരു ധാരണ സെന്റർക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്ന കാര്യത്തെ കുറിച്ച് ധാരണയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കൃത്യമായിട്ട് അയാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ലിസൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ അയാളുടെ പ്രീവിയസ് നോളജിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. നമ്മൾ സംസാരിക്കുന്ന ആ ഒരു ടോപ്പിക്കിന്റെ തൊട്ടു മുൻപുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഈ റിസീവർക്ക് അറിയുന്നതാവണം. അപ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രയർ സ്റ്റേജിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു ധാരണ നമ്മുടെ റിസീവർക്ക് ഉണ്ടോ എന്ന് അറിയണം. ഇല്ലെങ്കിൽ അതുകൂടി ഉണ്ടാക്കിയതിനു ശേഷമേ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഇൻഫർമേഷൻ അവതരിപ്പിച്ചിട്ട് കാര്യമുള്ളൂ. സോ ആ ഒരു കാര്യത്തെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഇൻ കേസ് നിങ്ങൾ പറയുന്ന വിഷയത്തില് യാതൊരു പ്രയർ നോളജും നമ്മളുടെ റിസീവർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം മാത്രമേ അയാളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ നിങ്ങളുടെ സ്പീച്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അയാളുടെ ഇൻട്രസ്റ്റ് പെട്ടെന്ന് തന്നെ അയാളുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടും. അയാൾക്ക് അറിയാത്ത, നിങ്ങൾക്ക് ഒരു താല്പര്യവുമില്ലാത്ത, നിങ്ങൾക്ക് ഒരു മുൻപരിചയവും ഇല്ലാത്ത ടോപ്പിക്കാണ് ഇവിടെ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ യുവർ അറ്റൻഷൻ വിൽ ബി ലോസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും അറൈസ് ചെയ്യാറുണ്ട്. Then the difference between the capacity of speaking and listening can also impact of the quality of effective listening. Okay, ഇവിടെ സ്പീക്കിംഗ് കപ്പാസിറ്റിയും അതുപോലെ ലിസണിങ് കപ്പാസിറ്റിയിലുമുള്ള ഡിഫറൻസ് നമ്മുടെ ലിസണിങ്ങിനെ നന്നായിട്ട് അഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ലിസണിങ്ങിനെ കുറിച്ച്, അതായത് നമ്മുടെ LSRWയിലെ ഫസ്റ്റ് ലിസണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് സ്പീക്കിങ്ങിനെ കുറിച്ചാണ്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട കാര്യം, ലിസൺ ചെയ്ത കാര്യത്തെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു വേ കൂടിയാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ സംസാരിച്ചുകൊണ്ട്, സ്പീക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. സോ അതിന് സ്പീക്കിങ്ങിനെ ബാധിക്കുന്നതായിട്ടുള്ള അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ സ്പീക്കിങ്ങിന്റെ ചില ഫോംസ്, ഫ്ലുവൻസിയെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫോംസ് ഉണ്ട്, നമുക്ക് അത് നോക്കാം. സോ അവർ സ്പീക്കിംഗ് ക്യാൻ ബി ഇൻഫോർമേറ്റീവ് ആൻഡ് ഇൻസ്ട്രക്റ്റീവ്. ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്പീക്കിംഗ് ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതായിട്ടുള്ള സ്പീക്ക് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മളുടെ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതായിട്ടുള്ള സ്പീക്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഇൻഫോർമേറ്റീവ്, അതായത് ഇൻട്രൊഡ്യൂസിങ് ഓൺ സെൽഫ്. ഒരു പേഴ്സൺ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ, ഇൻട്രൊഡ്യൂസിങ് ഓൺ സെൽഫ് ആണെങ്കിൽ അത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. ദെൻ കൺവേയിങ് പേഴ്സണൽ ഇൻഫോർമേഷൻ, ഒരു പേഴ്സന്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് ആണ്. ഹിയർ ആൻ ഇൻഫോർമേഷൻ ഈസ് പാസിംഗ്, ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതാണ്. ദെൻ
റിപ്പോർട്ടിംഗ് ഇവന്റ്സ് ആൻഡ് എക്സ്പ്രസിംഗ് കോമെന്റ്സ്. ഇവന്റ്സും അതുപോലെ കൊമെന്റ്സും ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇൻഫോർമേറ്റീവ് ആണ്. അതുപോലെ ഒപ്പീനിയൻ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് പ്ലേസസ്, ഓർഗനൈസേഷൻസ് ആൻഡ് ഡെയിലി റുട്ടീൻസ്. ഒരു ഡെയിലി റുട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിനെ കുറിച്ച്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഒരു തിയറിയെ കുറിച്ച് ഒക്കെയുള്ള നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ പാസ് ചെയ്യുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇൻഫോർമേറ്റീവ്. ദെൻ വാട്ട്സ് അബൌട്ട് ഇൻസ്ട്രക്റ്റീവ്. ഇൻസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്ട്രക്ട് മീൻസ് എന്തെങ്കിലും നമ്മൾ ടീച്ച് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അവരിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ പാസ് ചെയ്യുന്നു. സോ ഇൻസ്ട്രക്റ്റീവ്. ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സജഷൻസ്, നിർദ്ദേശങ്ങളൊക്കെ വെക്കുന്നത് ഇൻസ്ട്രക്റ്റീവ് ആണ്. ദെൻ ഗിവിംഗ് ഡയറക്ഷൻസ്, ചില നിർദ്ദേശങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ വെക്കുന്നത്. അതുപോലെ എക്സ്പ്ലെയിനിങ്, വി ആർ എക്സ്പ്ലെയിനിങ് സംതിങ്, നമ്മുടെ മുൻപിലുള്ള ഏതെങ്കിലും ഒരു ഫാക്ട് ഈ റിസീവർക്ക് മുൻപിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഇൻസ്ട്രക്റ്റീവ് ആണ്. അതുപോലെ ഡിസ്ക്രൈബിങ് തിങ്സ്, ഒരു കാര്യം, ഒരു ഫാക്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്, വിവരിച്ചു കൊടുക്കുന്നത് ഇൻസ്ട്രക്റ്റീവ് ആണ്. ദെൻ കമാൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്, ഒരു കാര്യം നമ്മൾ കമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നത് ഒക്കെ എന്താണ്? ഈ പറയുന്ന ഇൻസ്ട്രക്റ്റീവില് വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് റീഡിംഗ്. LSRWയിലെ R അഥവാ റീഡിംഗ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റീഡിംഗ് ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് സ്റ്റഡിയിങ് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സീ, reading depends upon the following factors: reading, alphabet, comprehension, vocabulary and fluency. See, നമ്മളൊരു റീഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു, സപ്പോസ് വി ആർ റീഡിങ് എ സ്റ്റാൻസ ഓർ റീഡിങ് എ പാരഗ്രാഫ്, ആ റീഡ് ചെയ്യുന്ന കാര്യം അത് കേൾക്കുന്ന ആൾക്ക് അതുപോലെ നമ്മളത് വായിക്കുന്ന ആൾക്ക് രണ്ടുപേർക്കും അതിനെ കുറിച്ചൊരു ധാരണ കൺവേ ചെയ്യുക അല്ലെങ്കിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രൈം എയിം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ റീഡിങ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ഈ കാര്യം വായിക്കുന്ന ആൾക്കും അത് കേൾക്കുന്ന ആൾക്കും കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ റീഡിങ്ങിന്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന 4 എലമെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്ക് റിച്ച് വൊക്കാബുലറി ഉണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ വളരെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാവുന്ന പദങ്ങൾ, വൊക്കാബുലറി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെ? മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് മീനിങ്ങിനെ കുറിച്ച് ധാരണയുള്ള വൊക്കാബുലറി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാനുള്ള പ്ലെന്റി ആയിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഫ്ലുവന്റ് ആയിട്ട് ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫ്ലുവൻസി എന്ന് പറയുന്നത് നമ്മുടെ ലിസണിങ്ങിനെയും അതുപോലെ ഈ ഒരു ഐഡിയ കൺവേ ചെയ്യുന്നതിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഫ്ലുവൻസി. ഒരു സ്റ്റട്ടറിങ് ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റട്ടറിങ് മീൻസ് നമ്മുടെ ഫ്ലുവൻസിയെ ബാധിക്കുന്ന ഒരു ഡിഫക്റ്റ് ആണ് സ്റ്റട്ടറിങ്. അപ്പൊ സ്റ്റട്ടറിങ്ങിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിന് ഫ്ലുവൻസി ഉണ്ടാവില്ല. അത് കേൾക്കുന്നവരെ അത്രയും ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ദെൻ അൽഫബറ്റിക്സ്, ദാറ്റ് മീൻസ് നമുക്ക് ഈ വായിക്കാൻ അറിയണം, അല്ലെ? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ അറിയണം. വായന എന്ന് പറയുന്നത് ആൽഫബറ്റ്സിനെ കുറിച്ചുള്ള ധാരണ, ആൽഫബറ്റ്സ്, വോവൽസ്, അതിന്റെ യൂസേജസ്, എങ്ങനെയാണ് വേർഡ്സ് സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, സൗണ്ട്സ് എങ്ങനെയാണ് വേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ, സെന്റൻസ് ക്രിയേഷൻ, ഇങ്ങനെയുള്ള ധാരണ നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആൽഫബറ്റിക്സ്. ദെൻ കോംപ്രിഹെൻഷൻ, നമ്മൾ വായിക്കുന്നതിനെ കുറിച്ച് മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കണം. സി വി നോ ഹൗ ടു റീഡ് ആൽഫബറ്റ്. ഒരു ആൽഫബറ്റ് എങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ ഹൗ ടു ക്രിയേറ്റ്
സെന്റൻസ് ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് റീഡ് ചെയ്യുന്ന സമയത്ത് അതിൽ കോംപ്രിഹെൻഷൻ വേണമെങ്കിൽ, അത് കേൾക്കുന്ന ആൾക്ക് എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ട് അത് റീഡ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് കോംപ്രിഹെൻഷൻ നമുക്ക് ആ റീഡിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സെയിം there are two types of reading, skimming and scanning. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ഒരു ഹ്യൂജ് പാരഗ്രാഫ് വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ മെല്ലെ അത് കണ്ണുകൊണ്ട് മാത്രം അതിങ്ങനെ നോക്കും, അതിനകത്ത് എന്താണ് അതിലുള്ളത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തെടുക്കും. ദിസ് ഇസ് സ്കാനിങ്. അതുപോലെ സ്കിമ്മിങ് ആണ് നെക്സ്റ്റ്. സ്കിമ്മിങ് എന്ന് പറയുന്നത് വി ആർ ഇൻക്ലൂഡിങ് ക്വിക്ക് റിവ്യൂയിങ് ഓർ ക്വിക്ക് റീഡിങ്. നമ്മൾ പെട്ടെന്ന് അതിങ്ങനെ വായിച്ചെടുക്കുന്നതാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സോ സ്കാനിങ്ങും സ്കിമ്മിങ്ങും രണ്ട് ടേംസ് ആണ് ഈ റീഡിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സംടൈംസ് യു റീഡ് എ പേജ് ഓർ ഡാറ്റ ടു ഗെറ്റ് എ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ വിച്ച് ഈസ് കോൾഡ് സ്കാനിങ്. ദെൻ സ്കിമ്മിങ് ഇൻവോൾവ്സ് ക്വിക്ക് റണ്ണിങ് ഓവർ ടെക്സ്റ്റ് ടു ഗെറ്റ് ദ സെന്റൻസ് ഔട്ട് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വായിക്കാതെ അത് സ്കാൻ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലൗഡ് റീഡിങ് ഇല്ലാതെ നമ്മൾ സ്കാൻ ചെയ്തെടുക്കുന്നു. അതുപോലെ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രം നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുന്നു. ദിസ് ഇസ് സ്കിമ്മിങ്. ഇങ്ങനെ ടു ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ് ഉള്ളത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് നമുക്ക് റീഡിങ്ങിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക? ഹൗ ക്യാൻ ബി ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് അവർ റീഡിങ്? നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രാക്ടീസ്. റീഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്. ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിക്കാണ് നല്ല രീതിയിൽ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ വി ക്യാൻ എൻഷുർ ദ ക്വാളിറ്റി ഓഫ് അവർ റീഡിംഗ് ബൈ പ്രാക്ടീസിങ്. ദാറ്റ് മീൻസ് റീഡിംഗ് ആൻഡ് റീഡിംഗ്. ഓക്കെ, ദെൻ recognizing unfamiliar words and understand the literal and contextual meaning. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് അൺഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവും. ഈ അൺഫെമിലിയർ വേർഡ്സിനെ, അല്ലെങ്കിൽ നമുക്ക് മീനിങ് അറിയാത്ത വേർഡ്സിനെ, അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് ഡിക്ഷണറി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ആ ടേം അത് അറിയുന്നവരുമായിട്ട് ചോദിക്കാം. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ ടേമിനെ മെരുക്കിയെടുക്കേണ്ടതുണ്ട്. വി ഹാവ് ടു ടാം അവർ സെന്റൻസസ് ഓർ ടാം അവർ വേർഡ്സ്. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് ആ അൺഫെമിലിയർ വേർഡ്സിനെ നമ്മളുടെ വരുതിയിൽ വരുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റീഡിങ് എഫക്റ്റീവ് ആവാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ അൺഫെമിലിയർ വേർഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടീച്ചർ ഓർ ഡിക്ഷണറി. നമ്മൾ പറഞ്ഞ പോയിന്റ് ആണ് ഡിക്ഷണറി അല്ലെങ്കിൽ ടീച്ചറുടെ സഹായത്തോടു കൂടി നമുക്ക് ആ വേർഡിനെ ഒന്ന് മെരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡെവലപ്പ് ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസ്. അങ്ങനെ നമുക്ക് നമ്മുടെ ലിംഗ്വിസ്റ്റിക് കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ ഈസ് റൈറ്റിംഗ്. എഴുത്ത്, അല്ലെ, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എഴുത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗ് കൃത്യമായിട്ട് നമ്മൾ നീറ്റ് ആയിട്ട് എഴുതാനായിട്ടുള്ള പരിശീലനം ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാനായിട്ട് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നമ്മളിവിടെ സ്റ്റെപ്സ് ഇൻവോൾവ് റൈറ്റിംഗ് പ്രോസസ്. റൈറ്റിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ്, ദർ ആർ 5 സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ്. ആ സ്റ്റെപ്സിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് പ്രീ റൈറ്റിംഗ്. പ്രീ റൈറ്റിംഗ് മീൻസ് ഓർഗനൈസിങ് അവർ ടോപ്പിക്. നമ്മൾ എന്താണോ നമ്മൾ റൈറ്റിംഗിൽ ഉദ്ദേശിക്കുന്നത്, എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ഒരു ടോപ്പിക്കിനെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ ടോപ്പിക്കിനെ ഓർഗനൈസ് ചെയ്യണം. അതുപോലെ ബ്രെയിൻ സ്റ്റോമിങ് അവർ ഐഡിയാസ്. നമ്മളുടെ ഐഡിയകളെ നമുക്ക് ആ ഒരു എഴുതാൻ ഉദ്ദേശിക്കുന്ന ആ ഐഡിയയെ നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കളക്ട് ഡാറ്റ. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വന്നു, ആ ഐഡിയ എന്തൊക്കെ എഴുതാം എന്നുള്ള ഒരു ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ നടത്തി. ദെൻ ആഫ്റ്റർ വി ആർ കളക്ടിങ് ഡാറ്റ. മാക്സിമം നമുക്ക് എഴുതാനുള്ള സോഴ്സ് നമ്മൾ ഡാറ്റ നമ്മൾ വേരിയസ് സോഴ്സസ് ഉപയോഗിച്ചത് ക്യാൻ ബി ഇന്റർനെറ്റ്, ബുക്സ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളുമായിട്ട് ചോദിച്ച് എവിടെ നിന്നെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വഴി നമുക്ക് മാക്സിമം ഡാറ്റ ഗ്യാദർ ചെയ്യണം. അതിനുശേഷം ആണ് നമ്മുടെ ഈ ഒരു പ്രീ റൈറ്റിംഗ് നടത്തേണ്ടത്. അത് എഴുതുന്നതിന് മുൻപുള്ള, പ്രീ മീൻസ് പ്രയർ, അല്ലെ? അപ്പോൾ അതിന് മുൻപുള്ള ബിഫോർ ഒരു സ്റ്റേജ് ആണ്. സോ നമ്മൾ പ്രീ റൈറ്റിംഗ് സ്റ്റേജിൽ
മാക്സിമം നമ്മളുടെ ടോപ്പിക്ക് ഓർഗനൈസ് ചെയ്ത് അതിനുവേണ്ട ഡാറ്റ കളക്ട് ചെയ്തിട്ട് എഴുതാനുള്ള ഒരു സന്നാഹത്തിലേക്ക് വരുന്നു. ദെൻ ഡ്രാഫ്റ്റിംഗ് ഇസ് എ റഫ് റൈറ്റിംഗ്. നമ്മൾ ഡ്രാഫ്റ്റ് ഒരു കരട് രൂപം നമ്മൾ തയ്യാറാക്കുകയാണ്. ക്രിയേറ്റ് എ റഫ് കോപ്പി, ദെൻ അറേഞ്ച് അവർ ഐഡിയാസ്. ഈ റഫായിട്ട് എഴുതുന്ന ഈ ഒരു സ്റ്റേജിലാണ് നമ്മുടെ ഐഡിയകളെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഗെറ്റ് ഫീഡ്ബാക്ക് ഓൺ യുവർ ടോപ്പിക്. ഈ ഒരു റഫ് എഴുതി അത് റീഡ് ചെയ്താൽ നമുക്ക് ഏകദേശം ഇതിൽ എവിടെയൊക്കെയാണ് ഡിഫക്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ഡിലീഷൻ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലാണ്. ദെൻ റിവൈസിങ്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് റിവൈസിങ്. ഇവിടെ നമ്മൾ വി ആർ ഇംപ്രൂവിങ് അവർ റൈറ്റിംഗ് മെത്തേഡ്സ്. നമ്മുടെ എഴുതുന്ന രീതികൾ അല്ലെങ്കിൽ ഈ റൈറ്റിംഗ് തന്നെ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഇവിടെ. ദെൻ ചെക്ക് അവർ വൊക്കാബുലറി. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എഴുതിയതിലുള്ള വൊക്കാബുലറീസ് ചെക്ക് ചെയ്യുന്നു. ഇഫ് യു വാണ്ട് ടു മേക്ക് മോർ റിച്ച് വൊക്കാബുലറി ഇൻ യുവർ ടോപ്പിക്, നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വൊക്കാബുലറീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡിനെ നിങ്ങൾക്ക് മറ്റൊന്ന് കൊണ്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സ്റ്റേജിലാണ് ചെയ്യുന്നത്. അതുപോലെ സ്പെൽ ചെക്ക് നടത്തും. നമ്മൾ എഴുതിയതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നു. ദെൻ എഡിറ്റിംഗ്, അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ എററുകളൊക്കെ. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, എഡിറ്റിംഗ്. ഒരു പ്രൂഫ് റീഡിംഗ് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ് എഡിറ്റിംഗ്. നമ്മൾ എഴുതിയതിലുള്ള മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു മിസ്റ്റേക്കിനെ നമ്മൾ എന്താണ് എഡിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഇൻ ദിസ് സ്റ്റേജ് വി മേക്ക് ഷുവർ അബൌട്ട് ദ ഒതന്റിസിറ്റി ഓഫ് അവർ റൈറ്റിംഗ്. നമ്മൾ ഒരു റിസർച്ച്, ഒരു തീസീസ് ഒക്കെ എഴുതുന്ന സമയത്താണെങ്കിൽ നമ്മളുടെ എഴുതിയ ഡാറ്റയുടെ ഒതന്റിസിറ്റി ചെക്ക് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ പബ്ലിഷിംഗ്. നമ്മൾ എഴുതിയ സാധനം, ആ ഒരു വർക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന സ്റ്റേജ് ആണ് നെക്സ്റ്റ് സ്റ്റേജ്. സെയിം ഒരു ഏതെങ്കിലും ഒരു തീസീസ് അല്ലെങ്കിൽ ഒരു സെമിനാർ പേപ്പർ അല്ലെങ്കിൽ ഒരു ജേർണൽ, ഇതൊക്കെ നമ്മൾ എഴുതുന്ന സമയത്താണ് ഈ പബ്ലിഷിംഗ് എന്നൊക്കെ പറയുന്ന സ്റ്റേജ് വരുന്നത്. ഇവിടെ നമ്മളൊരു സാധാരണ ഒരു സ്കൂളിലെ ഒരു സ്റ്റുഡന്റ് ഒരു നോട്ട് എഴുതുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു ടാസ്ക്, അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റേജ് ആണെങ്കിൽ ഈ കുട്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് പബ്ലിഷിംഗ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, നമ്മള് ഒരു സെന്റൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുമ്പോഴൊക്കെ അതിന് മീനിങ് ഫുൾ ആയിരിക്കാനും അതിലെ കൃത്യമായിട്ടുള്ള സെന്റൻസ് അറേഞ്ച് ചെയ്യുന്നത്, വേർഡ്സ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിലൊക്കെ വളരെ വിജിലന്റ് ആയിരിക്കണം. അപ്പൊ കൃത്യമായിട്ട് ഒരു റീഡിങ്, റൈറ്റിങ്ങും അതുപോലെ റീഡിങ്ങും അതിന്റെ മുന്നോടിയായിട്ടുള്ള ലിസണിങ്ങും എല്ലാം പ്രോപ്പർ ആയിട്ട് നടന്നാലാണ് കൃത്യമായിട്ട് നമുക്ക് ഒരു ടോപ്പിക് അത് റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ പോസിബിൾ ആവുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് let us move on the summary of what we said already. Okay, there are 4 basic communication skills: listening, speaking, reading and writing. Then listening, there are 2 types of listening: active listening and passive listening. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആക്റ്റീവ് ആയിട്ട് ലിസൺ ചെയ്യാം, ദെൻ പാസീവ് ആയിട്ട് ലിസൺ ചെയ്യാം. ഇവിടെ ആക്റ്റീവ് ലിസണിങ് മീൻസ് നമ്മൾ ഒരു റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ധാരാളം ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ദിസ് ഇസ് നോട്ട് ലിസണിങ്, നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വോയിസിന് ഒരു കീൻ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ലിസണിങ്. So the first one is passive listening and the second one is active listening. നമ്മൾ അതിനെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ അത് ലിസൺ ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ്, there are 2 types of speaking: formal and informal speaking. റീഡിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 ടേംസ് സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ആണ്. അപ്പോൾ ഇത്രയുമാണ്. അതുപോലെ റീഡിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് റൈറ്റിംഗ്: pre-writing, drafting, revising, editing and publishing. So ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.